ഓഫീസർ ഒരു ആപ്പിൾ കടിച്ചു, പക്ഷേ തടവുകാരൻ ഒരു ഗ്രനേഡ് പുറത്തെടുത്ത് കളിയായി ചവക്കാൻ തുടങ്ങി. തടവുകാരന്റെ പുഞ്ചിരി കണ്ട് ഓഫീസർ കോപാകുലനായി. അയാൾ അയാളുടെ വയറ്റിൽ ശക്തമായി ഇടിച്ചു. ആ പഞ്ച് തടവുകാരനെ നിയന്ത്രിക്കുമെന്ന് ഓഫീസർ കരുതി. പക്ഷേ കീഴടങ്ങുന്നതിനു പകരം ഒരു ജർമ്മൻ സാമ്രാജ്യ മേഖലുള്ള ഒരു നീണ്ട റിബൺ വായിൽ നിന്ന് വലിച്ചെടുത്തു. ഓഫീസറുടെ മുഖം ഗൗരവമായി. ഇതെല്ലാം എന്താണെന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ഒരു അലാറം ക്ലോക്കിന്റെ ശബ്ദം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു പട്ടാളക്കാരൻ ക്ലോക്ക് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ തടവുകാരന്റെ പിന്നിൽ നിന്ന് ക്ലോക്ക് വരുന്നതായി കണ്ടു. തന്റെ ക്ലോക്ക് തടവുകാരന്റെ കൈവശം എങ്ങനെ എത്തിയെന്ന് പട്ടാളക്കാരൻ ആശയക്കുഴപ്പത്തിലായി. അയാൾക്ക് അടിക്കാൻ കൈ ഉയർത്തി. പക്ഷേ അപകടമൊന്നുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. എല്ലാ പട്ടാളക്കാരും ഗൗരവം കൈകിട്ട് ചിരിക്കാൻ തുടങ്ങി. തടവുകാരൻ ഒരു കോമാളിയെപ്പോലെ പെരുമാറുകയും കളിയാക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. തടവുകാരൻ അവരുടെ മാനസികാവസ്ഥ ശ്രദ്ധിക്കുകയും ഒരു വിഡ്ഢിയെപ്പോലെ പെരുമാറുകയും കൂടുതൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓഫീസർ ഉടൻ തന്നെ പട്ടാളക്കാരോട് തന്നെ പിന്തുടരാൻ ഉത്തരവിട്ടു. അവർ വാതിലിനടുത്തെത്തിയപ്പോൾ തടവുകാരൻ ഒരു മരവീപ്പയ്ക്ക് യോതുന്നത് അവർ കണ്ടു. പട്ടാളക്കാർ വീണ്ടും വിശ്രമിക്കുകയും ചിരിച്ചുകൊണ്ട് അവനെ പിന്തുടരുകയും ചെയ്തു. പക്ഷേ വീപ്പ നിലത്ത് വീണയുടനെ വിചിത്രമായ എന്തോ സംഭവിച്ചു. തടവുകാരൻ അപ്രത്യക്ഷനായി. പട്ടാളക്കാർ പരിഭ്രാന്തരായി എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ അവനെ കണ്ടെത്താനായില്ല. അപ്പോൾ അവർ സമീപത്ത് ഒരു കൂച്ച ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് തടവുകാരന്റെ മറ്റൊരു തന്ത്രമാണെന്ന് കണ്ടു. എല്ലാവരും വീണ്ടും ചിരിച്ചു. തടവുകാരന്റെ മണ്ടൻ കളികളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥന് അസ്വസ്ഥത തോന്നി. തടവുകാരന്റെ പ്രവൃത്തികൾ സാധാരണമല്ലെന്ന് അയാൾ മനസ്സിലാക്കി. ഉടൻ തന്നെ തടവുകാരനെ കീഴടങ്ങാൻ നിർബന്ധിക്കാൻ അയാൾ ഒരു പെൺകുട്ടിയെ ബന്ദിയാക്കി. പെൺകുട്ടിയുടെ അവസ്ഥ കണ്ട് തടവുകാരൻ പെട്ടെന്ന് കീഴടങ്ങുന്നതായി നടിച്ചു. പക്ഷേ അടുത്ത നിമിഷം ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തടവുകാരൻ ചെയ്തു. എല്ലാ സൈനികരും അവനെ പിടിക്കാൻ മുന്നോട്ട് ചാടി. പക്ഷേ ബന്ദിയായ പെൺകുട്ടി അപ്രത്യക്ഷയായത് അവർ ശ്രദ്ധിച്ചു. സൈനികരോട് ജാഗ്രത പാലിക്കാൻ ഓഫീസർ നിലവിളിച്ചു. പക്ഷേ ഇതിനകം വളരെ വൈകി. പെട്ടെന്ന് വെടിയുണ്ടകളുടെ ഒരു മഴ പെയ്തു. എല്ലാ ജർമ്മൻ പട്ടാളക്കാരെയും തുടച്ചു നീക്കി. ചുറ്റുമുള്ള മൃതദേഹങ്ങളെ ഞെട്ടിനോക്കി ഒരു സൈനികൻ മാത്രം രക്ഷപ്പെട്ടു. അയാൾ ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം എടുത്തു. പക്ഷേ പിന്നീട് അതിലും ഭയാനകമായ ഒന്ന് സംഭവിച്ചു. മരിച്ചുവെന്ന് കരുതപ്പെട്ട തടവുകാരൻ പതുക്കെ എഴുന്നേറ്റു. അയാൾ ശാന്തമായി കൈ ഉയർത്തി. അടുത്ത നിമിഷം കൂടുതൽ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.